ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കുട്ടിക്കാനം ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. ജലനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശമായതിനാൽ ഈ ഭാഗത്ത് കിണറോ കുഴൽക്കിണറോ നിർമ്മിച്ചാൽ സുലഭമായി വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കുട്ടിക്കാനത്തെ വ്യാപാരികളടക്കം ജപ്പാൻ കുടിവെള്ള പദ്ധതിയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. കുട്ടിക്കാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഹൈറ്റിലാണ് നമ്മുടെ കുട്ടിക്കാനം ടൗൺ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വെള്ളത്തിന് കുഴൽക്കിണർ അടിച്ചാലും കിണർ കുത്തിയാലും ഒന്നും വെള്ളം കിട്ടാനുള്ള യാതൊരു സാധ്യതയും വളരെ കുറവാണ്. അപ്പം പൊതുവെ വർഷങ്ങളായിട്ട് കുട്ടിക്കാനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒരവസ്ഥയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ ജപ്പാൻ പദ്ധതി വന്നതിന് ശേഷം ആദ്യമേ പഞ്ചായത്തിൽ നിന്നുള്ള ഇത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജപ്പാൻ പദ്ധതി വന്നപ്പം ഏകദേശം ഒരു ആശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു, വ്യാപാരികൾക്കും. എന്നാൽ ഇപ്പം കൂടുതൽ കണക്ഷൻ ആയപ്പോഴത്തേക്കും നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 തവണ ആണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യാപാര മേഖലയെല്ലാം നിന്നു പോകുന്ന ഒരവസ്ഥയാണ്. വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ കുട്ടികളുടെ ജനങ്ങൾക്കും അവർ വിലയ്ക്കാണ് ഇപ്പം വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നിലവിൽ വലിയ വില നൽകി കുടിവെള്ളം പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യമാണ്. ഇത് ഇവരുടെ സാമ്പത്തിക ബജറ്റിന്റെ താളം തെറ്റിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളുടെ നേതൃത്വത്തിൽ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിഹാരം കാണുകയോ അല്ലെങ്കിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കൃത്യമായ രീതിയിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് മേഖലയിലെ വ്യാപാരികളടക്കം മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെയാണ് കുട്ടിക്കാനത്തെ വ്യാപാര മേഖല കടന്നു പോകുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, പീരുമേട്.